നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഭഗവാനിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം നാമജപമാണ്. നമുക്ക് പൂന്താനം തിരുമേനി പറയുന്നത് പോലെ ഒന്നുമില്ല, നാമം മാത്രം മതിയല്ലോ, വേറെ ഒന്നും വേണ്ട നമുക്ക് ആ നാമം ജപിക്കാനായിട്ട്. എല്ലാവർക്കും അറിയാം, ഭഗവാനിലെത്താനായിട്ട് തന്നെയല്ല, ഭഗവാനിൽ ഭക്തി ഉണ്ടാകാനും ഒക്കെ ഈ ഒരു ജപം മതി. ജപത്തെക്കുറിച്ച് കഴിഞ്ഞ പല ദിവസങ്ങളിലായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതായത് മന്ത്രജപത്തിനേക്കാളും നമുക്ക് എപ്പോഴും നമുക്ക് ചെയ്യാവുന്ന നാമജപമാണ്. ഏത് നാമം വേണേലും ജപിക്കാം. അത് തന്നെയല്ല, സ്തോത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ഇല്ലേ. നമുക്ക് വിഷ്ണു സഹസ്രനാമമുണ്ട്, പിന്നെ ലളിതാ സഹസ്രനാമമുണ്ട്, എന്നു വേണ്ട അഷ്ടകങ്ങളൊക്കെ ഇല്ലേ. ലക്ഷ്മി അഷ്ടകം, മഹാലക്ഷ്മി അഷ്ടകം, അങ്ങനെ എല്ലാവരുടെയും ഉണ്ട്. പിന്നെ ഇത് മുകുന്ദാഷ്ടകം, എത്ര അഷ്ടകം, അതൊക്കെ നമുക്ക് ചൊല്ലാം. കാരണം ഇതിലൊന്നും വേറെ പ്രത്യേകിച്ച് ഈ ബീജാക്ഷരങ്ങളൊന്നും വരുന്നില്ലല്ലോ. അത് തെറ്റിച്ച് ചൊല്ലിയാലാണ് പലപ്പോഴും അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഒന്നും കുഴപ്പമില്ല. നമ്മൾ പറ്റുമെങ്കിൽ 2 നേരം 3 നേരമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മധ്യാഹ്ന സന്ധ്യയെപ്പറ്റി നമ്മളത്ര ശ്രദ്ധിക്കുന്നില്ല. കാരണം പലർക്കും അത് അസൗകര്യമാണല്ലോ. കാരണം നമുക്ക് ജോലിക്ക് പോകുന്നവരെ ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആർക്കും ആ സമയത്ത് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് രാവിലെയും വൈകുന്നേരവും നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടം പോലെ പറ്റുന്നിടത്തോളം സമയം കീർത്തനമൊക്കെ ചൊല്ലാം. അത് കീർത്തനം ചൊല്ലാം, നാമങ്ങൾ ചൊല്ലാം. പിന്നെ ഇതെല്ലാം നമുക്ക് എന്തോത്തരം സ്തോത്രങ്ങളും ഒക്കെയാണ് ഉള്ളതല്ലേ. ഇത് ഐഗിരി, നന്ദിനി, നന്ദിതമേദിനി, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഇത് കിട്ടുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു അതിൻ്റെ വാക്കെൻ്റെ നാവിൽ വന്നിട്ട് കിട്ടിയില്ല. അങ്ങനെയുള്ള കീർത്തനമാണ്. അതുപോലെ എല്ലാം അത് വെച്ചുകൊണ്ട് അപ്പം നമുക്കതൊക്കെ ഇഷ്ടം പോലെ ചെല്ലാം. പക്ഷെ നമുക്ക് ചിലപ്പോഴൊരു പ്രശ്നം എന്നാണെന്നറിയോ, നമ്മൾ ഈ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് വേറെ ചിന്തകൾ അതിലേക്ക് കടന്നു വരും. അത് നമ്മൾ ഈ കുടുംബസ്ഥരല്ലേ, നമ്മൾ വീട്ടുകാര്യങ്ങളും ബാക്കി കാര്യങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും സാമ്പത്തികമായിരിക്കും, ചിലപ്പം വീട്ടിലെ മറ്റെന്തെങ്കിലും ബന്ധത്തിൻ്റെ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇത് നാമം ജപിക്കുന്ന സമയത്തുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അതിൽ പലതും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, അവരെന്നോട് പറയേതേ എന്നും വിഷ്ണു സഹസ്രനാമം ചൊല്ലും. അപ്പം പറയേതേ, എൻ്റെ പൊന്ന് ശാന്ത ചേച്ചി, 2 ദിവസമായിട്ട് ഞാനിപ്പം ചെല്ലുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ഇൻസിഡൻ്റൊക്കെ എനിക്കറിയാം, അവരുടെ മാനസികാവസ്ഥ എന്നാന്ന്. ഇന്ന് ഞാൻ എന്തായാലും ചൊല്ലിയിട്ടേ ഉള്ളൂ എന്നും വെച്ച് ഞാനങ്ങ് ചൊല്ലും. പക്ഷേ ചൊല്ലി കഴിയുമ്പോഴല്ലോ വിഷ്ണുർവ ഷട്കാരോ അങ്ങനെ ഒരു 3-4 ലൈനൊക്കെ ഞാൻ അങ്ങനെ നല്ല ഇതായിട്ട് ചെല്ലും. അത് കഴിയുമ്പോൾ അവസാനം സർവ്വപ്രഹരണായുധ എന്ന് പറയുമ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ കഴിഞ്ഞോ എന്ന്. കാരണം മനസ്സതിലല്ലായിരുന്നു, ഇത് വേറെ പ്രശ്നത്തിലായിരുന്നു. അങ്ങനെ നമുക്ക് പലർക്കും വരാറുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ നമ്മൾ കുറച്ച് വിജിലൻ്റ് ആയിരിക്കണം. കാരണം ഇത് മനസ്സങ്ങോട്ട് കൈവിട്ട് പോകുമ്പോൾ നമ്മളൊന്ന് പിടിക്കാൻ നോക്കണം. ഇനി ചിലപ്പം അറിയാതെ തന്നെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ കയറി വരും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്നാണെന്നറിയാം, നമുക്ക് മനസ്സ് അതിൽ ഉറയ്ക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നറിയാമോ, നമ്മൾ ഉറച്ച് ജപിക്കുക. മറ്റേത് നമ്മൾ മനസ്സിൽ ജപിക്കാം, അല്ലെങ്കിൽ വളരെ സാവധാനത്തിലല്ലേ നമ്മൾ അതിനെ വലിയ ഒച്ചയിലൊന്നും നമ്മൾ രാവിലെയൊന്നും ഇപ്പോൾ 5 മണിക്കോ 6 മണിക്കോ ഒക്കെ നമുക്ക് ഒച്ചയിൽ കിടന്ന് വീട്ടിൽ കിടന്ന് നാമം ജപിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളെന്ത് ചെയ്യും, വളരെ പതുക്കെ ചെല്ലും. അപ്പം അതേസമയം വൈകുന്നേരമൊക്കെയാണ് നമുക്ക് കുറച്ച് ഒച്ച ചെല്ലുക. അപ്പോൾ ഈ കുറച്ച് ഉറച്ച് ചെല്ലുമ്പോഴുള്ള ഗുണം എന്നാണെന്നറിയാം, അത് നമ്മളുടെ ചെവിയിലേക്കൊക്കെ പ്രതിധ്വനി അല്ലേ, അതിലേക്കൊക്കെ കയറും. പിന്നെ ആ അന്തരീക്ഷത്തിൽ മുഴുവനും ആ അക്ഷരങ്ങളുടെ ആ ഒരു പ്രഭാവമുണ്ടാകും. അക്ഷരം ബ്രഹ്മ എന്നല്ലേ പറയുന്നത്. അക്ഷരം തന്നെ ശരിക്കും ചൊല്ലിയാൽ തന്നെ അത് വളരെ ഗുണകരമാണ്. അപ്പോൾ നമ്മൾ ഈ ചൊല്ലുന്ന സമയത്ത് അപ്പം നമുക്ക്
പറ്റുന്നില്ല. അപ്പം നമുക്ക് ഭഗവാന്റെ രൂപം ദർശിക്കാനോ അതൊക്കെ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അത് ഭഗവാന്റെ മുഖം പോലും അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് മാറ്റി പല ആരുടെ ആണെങ്കിലും മുഖം നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ ഇത് നമുക്ക് ചിലപ്പോഴും വരാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ആ അക്ഷരങ്ങളിൽ ഇത് നാരായണ എന്നുള്ളതിന് നാരായണ, അത് നമ്മൾ അതിൽ ശ്രദ്ധിച്ചങ്ങ് ചൊല്ലിക്കൊള്ളുക, വേറൊന്നുമില്ല. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, അല്ലെങ്കിൽ നമഃശിവായ, 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 ആ രീതിയിലങ്ങ് ചൊല്ലുക. അഥവാ പിന്നെ ചെയ്യാവുന്ന ഇതേ ഉള്ളൂ, ഉറക്ക ജപിച്ചോളുക. ഉറക്ക ജപിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഒരു പരിധി വരെ നമ്മളുടെ ആ മനസ്സ് കൈവിട്ടു പോയതിനൊരു ശാന്തി അതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, എന്തു വന്നാലും നാമജപം മുടക്കരുത്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വഴികാട്ടിയായിട്ട് അത് മാത്രമേ ഉള്ളൂ. നാമജപമാണ് ഏറ്റവും അല്ലേ, അതും ഈ കലികാലത്തിൽ അല്ലേ, കലിസന്ധാരണ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരൊറ്റ ജപമല്ലേ ഉള്ളൂ. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.